കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയായി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മലമ്പുഴ സ്വദേശിയായ ബാലകൃഷ്ണനെ കോടതി കുറ്റവിമുക്തനാക്കി. അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ബിന്ദു എംഎസ് പറഞ്ഞു, ഉച്ചയ്ക്ക് 2 മണിക്ക് തരാം, 2500 രൂപ നൽകിയാൽ തരാം. ഞാനത് കൊടുക്കാൻ തയ്യാറായില്ല. പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, 3000 രൂപ തന്നാൽ കാലത്ത് 9 മണിക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞു. എൻ്റെ മോൻ വിദേശത്ത് പോയില്ലേലും വേണ്ടില്ല, ഞാൻ കൈക്കൂലി കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. മലമ്പുഴ പോലീസിൽ ഒരു കേസ് ഞാൻ കയ്യേറ്റം ചെയ്തു, കമ്പ്യൂട്ടർ തല്ലി തകർത്തി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞിട്ട് എൻ്റെ പേര് മലമ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഷമീർ എന്ന് പറഞ്ഞ ആ SI വളരെ മൃഗീയമായിട്ട് സത്യനാരായണനും കൂടെ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി എന്നെ വസ്ത്രം ധരിക്കാൻ പോലും സമ്മതിക്കാതെ എൻ്റെ സത്യാവസ്ഥകൾ തുറന്ന് ലോകത്തോട് പറയാൻ ഇനി ആരോട് പറയണമെന്ന് എനിക്കറിയില്ല. അത്രയധികം വിഷമിച്ചാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ ജീവിതമൊക്കെ ആകെ തകർന്നു പോയി. എൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നുപോയി. നാട്ടുകാരിൽ നിന്ന് നാണക്കേട്. ഒരു വ്യക്തി ജയിലിൽ പോയി കിടക്കുക, വരുമാന സർട്ടിഫിക്കറ്റിന് പോയ ഒരു വ്യക്തി ജയിലിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയായി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മലമ്പുഴ സ്വദേശിയായ ബാലകൃഷ്ണനെ കോടതി കുറ്റവിമുക്തനാക്കി. 2018 മലമ്പുഴ പോലീസാണ് ബാലകൃഷ്ണനെതിരെ കേസെടുത്തത്. മലമ്പുഴ 1 വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു പരാതി. ഒക്ടോബർ മാസത്തിൽ മകന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ബാലകൃഷ്ണൻ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ മലമ്പുഴ 1 വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി. ബാലകൃഷ്ണനോട് വില്ലേജ് ഓഫീസിലെ ജീവനക്കാരി കൈക്കൂലി ആവശ്യപ്പെട്ടു. കൈക്കൂലി നൽകാൻ തയ്യാറാകാതിരുന്നതോടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസമെടുക്കുമെന്ന് ജീവനക്കാരി പറഞ്ഞു. ഇത് വാക്ക് തർക്കത്തിലേക്ക് എത്തിയതോടെയാണ് ബാലകൃഷ്ണനെതിരെ ജീവനക്കാരി പരാതി നൽകിയത്. 2018 മലമ്പുഴ 1 വില്ലേജിൽ ഞാൻ പോയി. എൻ്റെ വരുമാന സർട്ടിഫിക്കറ്റിന് എൻ്റെ മോന് വിദ്യാഭ്യാസ ലോണിന് ആയിട്ട് തൊട്ടടുത്ത കാനറ ബാങ്കിൽ 10 ലക്ഷം രൂപയുടെ ലോണിന് ആവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്തു. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഉടൻ ലോൺ നൽകും ആയിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിന്ദു എംഎസ് പറഞ്ഞു, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറുടെ ചെയറിലാണ് ഇരിക്കുന്നത്, ആ ചാർജ് ഉള്ള ബിന്ദു എംഎസ് പറഞ്ഞു, ഉച്ചയ്ക്ക് 2 മണിക്ക് തരാം, 2500 രൂപ നൽകിയാൽ തരാം. ഞാനത് കൊടുക്കാൻ തയ്യാറായില്ല. ആയതിനാൽ ഞാൻ വീണ്ടും 2 മണിക്ക് ശേഷം വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ ചാർജുള്ള വില്ലേജ് ഓഫീസർ ബിജുകുമാറിൻ്റെ കയ്യിൽ ബിന്ദു എംഎസ് ഒരു ബാലകൃഷ്ണൻ ഒരു ഫയൽ തന്നിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തുടനെ വേറെ 1-2 പേർ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബിജുകുമാറെടുത്ത് ഈ ഫയൽ എടുത്ത് അങ്ങ് എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിറങ്ങി വന്ന് എൻ്റെ മുഖത്ത് പോലും അന്നേരം നോക്കിയില്ല. പിറ്റേ ദിവസം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിന്ദു എംഎസിനോട് വീണ്ടും ആവശ്യപ്പെട്ടപ്പം ഈ ബിജുകുമാറില്ല, ചാർജുള്ള ഓഫീസർ ഇല്ല. അതെനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇവർ ഫോൺ എടുത്ത് ബിജുകുമാറിനെ വിളിച്ചു വരുത്തി ഈ ബിജുകുമാർ എന്നെ പെടലിക്ക് പിടിച്ച് മലമ്പുഴ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ് വില്ലേജ് ഓഫീസിൻ്റെ പുറത്തേക്ക് ഇറക്കി പെടലിക്ക് പിടിച്ച് എന്നെ തല്ലാൻ വരുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി അനാവശ്യങ്ങൾ പറഞ്ഞ് എന്നെ പെടലിക്ക് പിടിച്ച് തള്ളി ഇറക്കി. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്ന് അവിടുന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ മോനോട് വിളിച്ച് പറഞ്ഞു. മോൻ ഓൺലൈൻ വഴിയായിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. പിന്നെ എൻ്റെ അറിവനുസരിച്ച് പരാതി എവിടെല്ലാം കൊടുക്കാൻ പറ്റുമോ അവിടെല്ലാം ഈ പേരും പറഞ്ഞ് പരാതി കൊടുത്തു. ആ കൂടെ തന്നെ ആ പരാതി കൊടുത്തിട്ട് നിൽക്കുമ്പോൾ പിറ്റേ ദിവസം കാലത്ത് 9 മണിക്ക് തരാം. പ്രസന്നൻ ഫീൽഡ് അസിസ്റ്റൻ്റാണ്. പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, 3000 രൂപ തന്നാൽ കാലത്ത് 9 മണിക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞു. എൻ്റെ മോൻ വിദേശത്ത് പോയില്ലേലും വേണ്ടില്ല, ഞാൻ കൈക്കൂലി കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ച് ഞാൻ പോരാടി. എനിക്ക് പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ താമസിച്ചെങ്കിലും ബാങ്ക് പറഞ്ഞു അവർ ലോൺ പാസ്സാക്കി. 10 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്ന് തൊട്ടടുത്ത ബാങ്കിൽ നിന്ന് തന്നെ ലോൺ പാസ്സാക്കി ലോൺ കിട്ടി. പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേരിൽ മലമ്പുഴ പോലീസിൽ ഒരു കേസ് ഞാൻ കയ്യേറ്റം ചെയ്തു, കമ്പ്യൂട്ടർ തല്ലി തകർത്തി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞിട്ട് എൻ്റെ പേര് മലമ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ശബരിമല ഹർത്താൽ ദിവസം എനിക്ക് പനിയായിട്ട് ഞാൻ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് അന്ന് ആശുപത്രിയിലൊന്നും പോകാൻ പനി വളരെ കൂടുതലാണ്. ആശുപത്രിയിലൊന്നും പോകാൻ പറ്റാതെ പോലീസ് എന്നെ ഫോണിൽ പോലും വിളിച്ചില്ല. ഷമീർ എന്ന് പറഞ്ഞ ആ SI വളരെ മൃഗീയമായിട്ട് സത്യനാരായണനും കൂടെ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി എന്നെ വസ്ത്രം ധരിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ ഇട്ട ഷർട്ട് പനിയായിട്ട് പോയി എന്നെ 2 മണിക്ക് അറസ്റ്റ് ചെയ്തു. നമ്പർ 3 കോടതി എന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പരാതിക്കാരിക്കെതിരെ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് 2018 ഒക്ടോബർ 4 ബാലകൃഷ്ണൻ പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ്
ഓഫീസിൽ കയറി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായുള്ള പരാതി ജീവനക്കാരി നൽകിയത് എന്ന് കോടതി കണ്ടെത്തി. കൂടാതെ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യവും കണക്കിലെടുത്ത് ബാലകൃഷ്ണനെ കോടതി വെറുതെ വിടുകയായിരുന്നു. എൻ്റെ സത്യാവസ്ഥകൾ തുറന്ന് ലോകത്തോട് പറയാൻ ഇനി ആരോട് പറയണമെന്ന് എനിക്കറിയില്ല. അത്രയധികം വിഷമിച്ചാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ ജീവിതമൊക്കെ ആകെ തകർന്നു പോയി. എൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നുപോയി. നാട്ടുകാരിൽ നിന്ന് നാണക്കേട്. ഒരു വ്യക്തി ജയിലിൽ പോയി കിടക്കുക, വരുമാന സർട്ടിഫിക്കറ്റിന് പോയ ഒരു വ്യക്തി ജയിലിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.